നമ്മുടെ എല്ലാ വിദ്യാർത്ഥിനികൾക്കും എല്ലാ ക്ലാസ്സുകളിലും 100% മാർക്ക് നേടി 10,000 മാസം തോറും സ്റ്റൈപ്പൻഡോടെ ഉന്നത നിലയിലെത്താൻ നമ്മുടെ അമ്മമാർ ആദ്യം എന്ത് ചെയ്യണം? എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS സാറിൻ്റെ പ്രൗഢഗംഭീരമായ ഈ വാക്കുകൾ കേൾക്കുക, തുടർന്നും കേൾക്കുക. ശ്രേഷ്ഠ വ്യക്തികളെ, സ്കൂളിലെ പ്രിൻസിപ്പളും മറ്റ് ശ്രേഷ്ഠരായ അധ്യാപക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട കുട്ടികളെ, മാതാപിതാക്കളെ, വളരെ ഭംഗിയായോടെ വരാനെന്നതോട് അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞ ഭാഗ്യമാണ്. 2-3 വർഷത്തിൽ മുമ്പ് നിങ്ങളുടെ സ്കൂളിൽ വന്ന് ഞാനൊരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം ചെയ്തിരുന്നു. ഇത്തവണ ഈ പ്രോഗ്രാമിനോടൊപ്പം ഹാരിസ് ബിരാനെ ഒരു അഭിനന്ദനം രേഖപ്പെടുത്താനും നിങ്ങൾ സ്കൂൾ തീരുമാനിച്ചു എന്നറിഞ്ഞപ്പോൾ വരണമെന്ന് ആഗ്രഹിക്കുകയോട് വരികയും ചെയ്തതാണ്. എന്റെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ശ്രീ ഹാരിസ് ബിരാനാണ് എന്നെ രക്ഷിച്ചത്. അന്ന് ആർബാലകൃഷ്ണനുള്ള ജയിലിൽ വന്നിട്ട് അദ്ദേഹത്തിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞ എന്റെ തന്നെ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദൻ സുപ്രീം കോടതിയിൽ പോയി. അവിടെ 25 ലക്ഷമോ 30 ലക്ഷമോ കൊടുത്തിട്ട് വക്കീലന്മാര് ഞങ്ങൾക്കെതിരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വാദിക്കുകയാണ്. എനിക്കാണെങ്കിൽ അവിടെ ആരുമില്ല. ഞാൻ അവിടെ ചെന്ന് ഹാരിസ് ബിരാനെ കണ്ടു. ഹാരിസ് ബിരാൻ എന്നെ കൊണ്ട് നേരെ കേന്ദ്ര ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റ് ജനറൽ സ്ഥാനമുള്ള ആളുടെ അടുത്തിയെന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കേസ് പ്രസന്റ് ചെയ്യാമെന്നു. സാധാരണ ഇതൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ കോടതിക്കെതിരെ അദ്ദേഹം കേസ് വാദിച്ചു. എന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കേസിൽ നിന്ന് വിട്ടു. എൻ്റെ 1 പൈസയും ഹാരിസ് ബിരാൻ വാങ്ങിച്ചില്ല, ഫീസായിട്ട് വാങ്ങിച്ചില്ല. അങ്ങനെ എന്നെ സന്നിഗ്ധ ഘട്ടത്തിൽ രക്ഷിച്ച ശ്രീ ഹാരിസ് ബിരാൻ MP ആയപ്പോൾ വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തിന് ഒന്നാമത്തെ ഒരു സ്വീകരണം സംഘടിപ്പിക്കാൻ ശ്രമിച്ചു. അന്ന് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ സ്വീകരണത്തിൽ വരാനും അദ്ദേഹത്തിന് അഭിനന്ദിച്ച് 2 വാക്ക് പറയാനും കഴിഞ്ഞത് വലിയ ഭാഗ്യമെന്ന് ഞാൻ കരുതട്ടെ. ഒരു സ്കൂൾ നടക്കുമ്പോൾ അവിടുത്തെ മാതാപിതാക്കൾക്കും അവിടുത്തെ രക്ഷിതാക്കൾക്കും നമ്മുടെ മക്കളെ എങ്ങനെ വലിയ നിലയിൽ എത്തിക്കണം എന്നുള്ളതിനെ പറ്റി കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കാൻ ഈശ്വരൻ എന്നാണ് നമുക്ക് അവസരം തന്നിരിക്കുന്നത്. ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു, 12 വയസ്സ് വരെ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വരെ ഒരു കുട്ടി ജനിച്ചു വീഴുന്ന കുട്ടിയുടെ തലയോട്ടി അളന്നാൽ 30 മുതൽ 33 സെന്റിമീറ്റർ ചുറ്റുള്ളതായിരിക്കും. കുട്ടിക്ക് ഒരു 3 വയസ്സാകുമ്പോൾ വീണ്ടും അളന്നാൽ 36 മുതൽ 39 സെന്റിമീറ്റർ ചുറ്റുള്ളതായിരിക്കും. കുട്ടിക്ക് ഒരു 7 വയസ്സാകുമ്പോൾ വീണ്ടും അളന്നാൽ 46-49 സെന്റിമീറ്ററിനകത്തായിരിക്കും. കുട്ടിക്ക് 12 വയസ്സാകുമ്പോൾ വീണ്ടും തലയോട്ടി അളന്നാൽ അത് 51 മുതൽ 57 സെന്റിമീറ്റർ ചുറ്റുള്ളതായിരിക്കും. പിന്നെ തലച്ചോറ് വളരുകയില്ല, തലയോട്ടി വളരുകയില്ല. തലയോട്ടി ഉണ്ടാക്കപ്പെട്ട 8 ക്രീനിയൽ ബോൺസ് കോൺക്രീറ്റ് സെറ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യും. പിന്നെ 100ാമത്തെ വയസ്സിൽ വല്യപ്പന തല അളന്നാൽ 12ാമത്തെ വയസ്സിൽ അളന്ന അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വർഷം ഏതാണ്? ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു 3 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെ. LKG, UKG, സ്റ്റാൻഡേർഡ് 1, സ്റ്റാൻഡേർഡ് 2 ഈ 4 വർഷമാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങൾ. അപ്പൊ ആ സമയത്ത് കുട്ടികളെ വളർത്താൻ എന്ത് ചെയ്യണം? ശാസ്ത്രം വിശദമായി വിശ്വപ്രസിദ്ധമായ പുസ്തകം എലിസബത്ത് ഹർലോക്ക് എന്ന ശാസ്ത്രജ്ഞൻ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പ്രിൻസിപ്പളിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തേക്കാം. അത് വായിച്ച് എങ്ങനെയാണ് ഈ കുട്ടികളെ 12 വയസ്സ് വരെ വളർത്തേണ്ടതെന്ന് നോക്കണം. അങ്ങനെ വളർത്തുമ്പോൾ ശാസ്ത്രം വളരെ പ്രത്യേകത കാര്യം കണ്ടെത്തിയിരിക്കുകയാണ്. ലോക ചരിത്രത്തിലെ മഹാന്മാരിൽ 60% 8 വയസ്സ് വരെ അപ്പനമ്മയും വളർത്തിയ കുട്ടികളല്ല, മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയ കുട്ടികളാണ് ലോകത്തിലെ മഹാന്മാരിൽ ഭൂരിപക്ഷവും. പ്രവാചകരായ മുഹമ്മദ് നബി ഗർഭത്തിരുന്നപ്പോഴേ അച്ഛൻ മരിച്ചുപോയി. അമ്മ 6 വയസ്സായപ്പോൾ മരിച്ചു. മുത്തച്ഛൻ മുത്തല്ലിപ്പും മുത്തശ്ശിയും കൂടെ കൊണ്ടുപോയി പ്രവാചകനെ വളർത്തി. ബുദ്ധഭഗവാൻ ജനിച്ച 5ാം ദിവസം അമ്മ മരിച്ചുപോയി, മായാദേവി മരിച്ചുപോയി. മുത്തച്ഛനോട് കൊണ്ടുപോയി ബുദ്ധഭഗവാനെ വളർത്തി. സോക്രട്ടീസിന് 3 വയസ്സായപ്പോൾ അപ്പം മരിച്ചുപോയി, മുത്തച്ഛനും മുത്തശ്ശിയും വളർത്തി. പ്ലേറ്റോയ്ക്ക് 4 വയസ്സായപ്പോൾ അപ്പം മരിച്ചുപോയി, മുത്തച്ഛനും മുത്തശ്ശിയും വളർത്തി. അരിസ്റ്റോട്ടലിന് 6 വയസ്സായപ്പോഴേ അപ്പനും അമ്മയും മരിച്ചുപോയി, മുത്തച്ഛനും മുത്തശ്ശിയും വളർത്തി. ഐശ്വര്യട്ടൻ ഗർഭത്തിരുന്നപ്പോഴേ അച്ഛൻ മരിച്ചുപോയി, അമ്മ വേറൊരാളെ വിവാഹം കഴിച്ചു, മുത്തച്ഛനും മുത്തശ്ശിയും കൊണ്ട് വളർത്തി. ഇമ്മാനുവൽക്കാരൻ 1 വയസ്സായപ്പോൾ അപ്പനും അമ്മയും ആക്സിഡന്റിൽ മരിച്ചു, മുത്തച്ഛനും മുത്തശ്ശിയും വളർത്തി. അവിടെ 3 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെ മുത്തശ്ശനും മുത്തശ്ശിയും കൊച്ചുമക്കളെ വളർത്തിയാൽ അവർ ലോകത്തിൽ മഹാന്മാരാവും. 8 കാരണങ്ങളാൽ. അതിനെപ്പറ്റി എല്ലുന്ന പ്രസംഗം, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിക്കും 60 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന അവരെ കൊച്ചുമക്കളെ വളർത്താൻ കൊടുത്താൽ
അവര് ലോകപ്രസിദ്ധരായി വലിയ വലിയ ആളുകളായി തീരും. ആ സമയം കൃത്യമായി ചെലവഴിക്കുക. 3 വയസ്സ് 8 വയസ്സ് വരെ കുട്ടിയുടെ തലച്ചോറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുകയാണ്. ഒരു കുട്ടി ജനിക്കുമ്പം കുട്ടിയുടെ സെറിബെല്ലം 100 ഗ്രാമേ ഉള്ളൂ. തലച്ചോറിന് 3 ഭാഗമാണ്: സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ. കുട്ടിക്ക് ഒരു 3 വയസ്സ് 8 വയസ്സിലാവുമ്പോൾ ഈ സെറിബെല്ലത്തിന്റെ 2ാം ഭാഗം വളരും. പാരട്ടോ സെറിബെല്ലം, പാരാ സെറിബെല്ലം. ഈ പാരാ സെറിബെല്ലത്തിനകത്താണ് ഈശ്വരവിശ്വാസം, പ്രാർത്ഥന ഒക്കെ ഇരിക്കുന്നത്. ആ വളരുന്ന പ്രായത്തിൽ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തുന്ന കുട്ടികൾ മുത്തശ്ശി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ആ പ്രാർത്ഥനയിൽ കയറി ഈശ്വരവിശ്വാസം ഉറയ്ക്കും. 3 വയസ്സ് 8 വയസ്സിലെ കുട്ടിയുടെ മനസ്സിൽ ഈശ്വരവിശ്വാസം ഉറച്ചാൽ മരണം വരെ ആ കുട്ടി പിന്നെ നിരീശ്വരവാദിയോ യുക്തിവാദിയോ ഒന്നും ആവില്ല എന്ന് ശാസ്ത്രം അസന്നിഗ്ധമായി തെളിയിച്ചിരിക്കുകയാണ്. കുട്ടികളെ വളർത്തുമ്പോൾ വളരെ ശ്രദ്ധേയമായ ചില സ്റ്റെപ്പുകൾ നമ്മൾ നോക്കണം. കുട്ടി ഹൈസ്കൂളിൽ കയറുമ്പോൾ നമ്മുടെ കുഞ്ഞിന് ഭൂമിയിൽ ആരായി തീരാവുന്ന കഴിവുള്ളത് ശാസ്ത്രം ഇന്ന് അസന്നിഗ്ധമായി കണ്ടെത്തിയിരിക്കുന്നു. ഒരു മനുഷ്യനെ ഭൂമി സൃഷ്ടിക്കുമ്പോൾ ആ മനുഷ്യന് വിജയിക്കാൻ പറ്റിയ ഒരു 5 മേഖലകളെങ്കിലും ഈശ്വരൻ ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്, ആ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെയും ചെറുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ശാസ്ത്രം ഒരു 15 കൊല്ലത്തിന് മുമ്പ് കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ആ ടെസ്റ്റിൽ നമ്മളൊരു കുട്ടി കമ്പ്യൂട്ടറിന് മുമ്പിൽ 150 ചോദ്യം ഉത്തരം പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഓർഡർ എഴുതി കാണിക്കും ഈ കുട്ടിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ഏതൊക്കെയാണ് 5 മേഖലകൾ. കേരളത്തിൽ കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്ന ഏജൻസികളുടെയും ഇത് കമ്പ്യൂട്ടറോട് എങ്ങനെ ചെയ്യണമെന്നുള്ള കംപ്ലീറ്റ് പ്രിൻസിപ്പൽ അയച്ചു കൊടുത്തേക്കാം. നിങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുന്ന ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വിജയമാവണം. തിരുവനന്തപുരത്ത് എറണാകുളത്ത് ഒരു കുട്ടി പോയാൽ 2000 രൂപ ചിലവാകും. പക്ഷെ ആലങ്ങാട് സ്കൂളിലേക്ക് അത് നടത്തുന്ന ഒരു ടീമിനെ വിളിച്ചിട്ട് 200-300 കുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ അവരെ റേറ്റ് കുറച്ച് 100-400 രൂപയ്ക്ക് ചെയ്തു തരും. പക്ഷെ 10ാം ക്ലാസ്സിൽ എത്തുന്നതിന് മുമ്പ് നമ്മുടെ കുഞ്ഞ് ഭൂമിയിൽ ആരായി തീരാനാണ് ഈശ്വരൻ സൃഷ്ടിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കണം. എന്നിട്ട് ആ 5 എണ്ണത്തിൽ 1-2 എണ്ണത്തിലോട്ട് നമ്മൾ നാരോ ഡൗൺ ചെയ്യണം. അങ്ങനെ നാരോ ഡൗൺ ചെയ്യുമ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തായി തീരണം. മിക്ക മാതാപിതാക്കൾക്ക് 2 വാക്കേ അറിയാമോ: ഡോക്ടർ, എഞ്ചിനീയർ, ഡോക്ടർ, എഞ്ചിനീയർ. ഇപ്പോൾ അതൊന്നും വലിയ ജോലിയൊന്നുമല്ല. 10ാം ക്ലാസ് കഴിഞ്ഞാൽ വഴിതിരിയാനുള്ള 200ഓളം മാർഗങ്ങളുണ്ട്. 200ഓളം മാർഗങ്ങൾ. എന്തൊക്കെയാണ് ആ മാർഗം? മാതൃഭൂമി പത്രം പബ്ലിഷ് ചെയ്ത ഉപരിപഠനം എന്നുള്ള ബുക്കുണ്ട്. മനോരമ, മലയാള മനോരമ ഡയറക്ടർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ എന്നൊരു ബുക്കുണ്ട്. മാധ്യമ പത്രം പബ്ലിഷ് ചെയ്ത വിദ്യ എന്നൊരു പുസ്തകം. ദീപിക പത്രം പബ്ലിഷ് ചെയ്ത വിശാലമായ പുസ്തകം ഹയർ സ്റ്റഡീസ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ്. 1000 പേജുള്ള ഒരു പുസ്തകമാണ്. ഹയർ സ്റ്റഡീസ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ് 1000 പേജുള്ള പുസ്തകമാണ്. ഇതിലേതെങ്കിലും ഒരു പുസ്തകം വാങ്ങിച്ചിട്ട് കുട്ടി അത് വായിച്ചു നോക്കി ഈ 200 എണ്ണത്തിൽ ഏതാണ് ഞാനായിത്തീരേണ്ടതെന്ന് കുട്ടി നാരോ ഡൗൺ ചെയ്യണം. ഒരു 4 എണ്ണം. അത് മാതാപിതാക്കളോടും ഇഷ്ടമുള്ള അധ്യാപികയോടും പറയണം. അവരുകൂടെ ചർച്ച ചെയ്തിട്ട് ഒരു മാർഗം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ ആ 4 പുസ്തകത്തിൻ്റെയും കണ്ടന്റും കവർ പേജും പ്രിൻസിപ്പൽ അയച്ചു കൊടുത്തേക്കാം. അതിലേതെങ്കിലും ഒരു പുസ്തകം വാങ്ങിച്ചിട്ട് നിങ്ങൾ അത് വായിച്ച് തീരുമാനമെടുക്കണം. മാധ്യമപത്രം പബ്ലിഷ് ചെയ്ത വിദ്യ എന്ന പുസ്തകത്തിന്റെ അവസാന ഭാഗം ഒരു കുട്ടിക്ക് മത്സര പരീക്ഷയോട് ജയിച്ചു കയറാൻ പറ്റിയ 140 പരീക്ഷ ഏതൊക്കെയാണ് ഒരു ലിസ്റ്റാണ്. ആ പരീക്ഷ ഏത് മാസം വരും? ജനുവരിയിൽ ഏതൊക്കെ പരീക്ഷ, ഫെബ്രുവരിയിൽ ഏതൊക്കെ പരീക്ഷ, മാർച്ചിൽ ഏതൊക്കെ പരീക്ഷ. അപ്പോൾ ഒരാണ്ടിൽ ഏതൊക്കെ മത്സര പരീക്ഷയ്ക്ക് മത്സരിക്കണം കുട്ടിക്ക് തീരുമാനിക്കാം. അതനുസരിച്ച് സ്പേസ് ചെയ്ത് മത്സരിച്ചാൽ നമ്മുടെ കുഞ്ഞ് ലക്ഷ്യമിട്ട സ്ഥാനത്ത് എത്തിച്ചേരും. ആർക്കും ആ കുട്ടിയെ തടയാൻ പറ്റിയല്ല. ഇനി അങ്ങനെ മത്സരിക്കുമ്പോൾ പ്രധാനപ്പെട്ട തീരുമാനം വരുന്നത് 10ാം സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ ഏത് ഗ്രൂപ്പ് എടുക്കണമെന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിൽ 20 ഗ്രൂപ്പാണ് നമുക്ക് കിട്ടുന്നത്. സയൻസ് ഗ്രൂപ്പുണ്ട്, ബയോമാത്സ് ഉണ്ട്, മാത്സ് മാത്രമുള്ളതുണ്ട്, കോമേഴ്സ് ഉണ്ട്, ആർട്സ് ഉണ്ട്, കമ്പ്യൂട്ടറുണ്ട്. ആ 20 ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പ് എടുക്കണമെന്നുള്ള തീരുമാനം ഒരു കുട്ടിക്ക് തെറ്റിയാൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ 2 വർഷം പോക്കാണ്. പിന്നെ കറങ്ങി തിരിഞ്ഞിങ്ങനെ തിരിഞ്ഞു വരണം. കുട്ടി ഏത് ഡിഗ്രിക്ക് പോകണം അത് തീരുമാനിക്കാൻ തെറ്റുപറ്റിയാലുണ്ടല്ലോ 3 വർഷം കുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് പോയി. പിന്നെ കറങ്ങി തിരിച്ചു വരണം. വലിയ പാടാണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ 20 ഗ്രൂപ്പുകൾ? കോളേജിലെ കോഴ്സ് എടുക്കാൻ എന്ത് ചെയ്യണം കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അടുത്ത സ്റ്റെപ്പ് സ്കോളർഷിപ്പാണ്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ 2 സ്കോളർഷിപ്പ് ഉണ്ട്. മെറിറ്റ് സ്കോളർഷിപ്പും ലോൺ സ്കോളർഷിപ്പും. ഇപ്പോ
2000-ഓളം സ്കോളർഷിപ്പുണ്ട്. 7ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് ആവുമ്പോഴേക്കും ഏതാണ്ട് 200 സ്കോളർഷിപ്പുണ്ട്. ഞാനിതിൽ പ്രധാനപ്പെട്ട ഒരു 65 സ്കോളർഷിപ്പ് പ്രിൻസിപ്പൽ അയച്ചു കൊടുത്തേക്കാം. 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് എഴുതണം. 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അത് എഴുതണം. 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അങ്ങനെ എഴുതണം. കിട്ടിക്കഴിഞ്ഞാൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു മാസം 5000 രൂപ കൈ കിട്ടും. 10ാം ക്ലാസ് ആകുമ്പോഴേക്കും ടാലന്റ് സബ്ജോ സയൻസ് ടാലന്റോ പാസ്സായാൽ ഒരു മാസം 7000 രൂപ കിട്ടും. കോളേജിൽ പഠിക്കുമ്പോഴേക്കും 10000 രൂപ ഒരു മാസം കിട്ടിക്കൊണ്ടിരിക്കും. എംഫിൽ എത്തുമ്പോഴേക്കും 27,500 രൂപ JRF സ്കോളർഷിപ്പ് എല്ലാ മാസവും കിട്ടും. PhD എത്തുമ്പോഴോ 35,000 രൂപ ഒരു മാസം കിട്ടും JRFന്റെ സ്കോളർഷിപ്പ്. ഞാൻ PhD പാസ്സായി, ഒരു പൈസയായാലും തന്നിട്ടില്ല. പക്ഷെ നമ്മുടെ മക്കളിപ്പം PhDക്ക് പഠിക്കുമ്പോൾ എങ്ങനെയാണ് 35,000 രൂപ ഒരു മാസം ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടാണ് PhDക്ക് പഠിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്കോളർഷിപ്പ് ഞാൻ ലിസ്റ്റ് അയച്ചു കൊടുത്തേക്കാം. നിങ്ങൾ 7, 8, 9, 10, 11 അതാത് കുട്ടികൾ നിങ്ങളുടെ സ്കോളർഷിപ്പ് നോട്ടീസ് ബോർഡിൽ നിന്ന് എടുത്തിട്ട് ടീച്ചർ പാർട്ടി പഠിക്കണം. അങ്ങനെ സ്കോളർഷിപ്പ് കിട്ടിയാൽ അപ്പൻ്റെ അമ്മയുടെ ഒരു പൈസ വാങ്ങിക്കാതെ സ്വന്തം പൈസ പഠിക്കണം മക്കളെ. വലിയ വലിയ അന്തസ്സാണ്. അപ്പൻ്റെ അമ്മയുടെ പൈസ വാങ്ങിക്കാതെ പഠിക്കുക എന്ന് പറയുന്നത്. കോളേജിലോട്ട് കയറിയാലോ സ്കോളർഷിപ്പിന്റെ എമൗണ്ട് ഭയങ്കരമാണ്. ഇന്റർനാഷണൽ സ്കോളർഷിപ്പ് പ്രധാനപ്പെട്ട 83 സ്കോളർഷിപ്പ് ലിസ്റ്റ് പ്രിൻസിപ്പൽ അയച്ചു കൊടുത്തേക്കാം. നിങ്ങൾ ഇപ്പോഴും ലക്ഷ്യമിടണം. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ സ്കോളർഷിപ്പ് 2.5 കോടി രൂപ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ സ്കോളർഷിപ്പ് 5 കോടി രൂപ, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് സ്കോളർഷിപ്പ് 50 ലക്ഷം രൂപ. ഇങ്ങനെയാണ് ഇപ്പോൾ സ്കോളർഷിപ്പ്. ഞാൻ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് ലിസ്റ്റ് പ്രിൻസിപ്പൽ അയച്ചു കൊടുത്തേക്കാം. പ്രിൻസിപ്പൽ ഒരു പക്ഷേ നോട്ടീസ് ബോർഡിൽ ഇടും. നിങ്ങൾ എന്തെയാണെന്ന് അറിയാമോ? അതങ്ങോട്ട് നോക്കി നല്ലൊരു സ്കോളർഷിപ്പ് പിടിച്ചെടുത്തിട്ട് പറന്ന് പോയി പഠിച്ചിട്ട് വരണം. നാട് മുഴുവൻ നിങ്ങളെ നോക്കി അഭിമാനത്തോടുകൂടി വാച്ച് സ്കോളർഷിപ്പ് കിട്ടുമ്പോഴേ പത്രങ്ങളത് പബ്ലിഷ് ചെയ്യും. അഭിമാനത്തോടു പോയി സ്വന്തം പൈസ കൊണ്ട് ലോകം പിടിച്ചിറക്കി തിരിച്ചു വരണം. സ്കോളർഷിപ്പ് വളരെ ശ്രദ്ധേയമായി നേടിയെടുക്കണം. വളരെ ശ്രദ്ധേയമായ സ്കോളർഷിപ്പ് നേടുന്നതോടൊപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരേ സമയം 1 ഡിഗ്രി എടുക്കാൻ പറ്റും. ഇപ്പം അങ്ങനെയല്ല. ഡബിൾ ഡിഗ്രി സ്കീമുണ്ട്, ട്രിപ്പിൾ ഡിഗ്രി സ്കീമുണ്ട്. ഒരേ സമയം 2 ഡിഗ്രി എടുക്കാം. BA LLB എടുക്കാം, BCom LLB എടുക്കാം, BA MBA എടുക്കാം. ഇങ്ങനെയാണ് പരിപാടികൾ. അപ്പോൾ ഒരേ സമയം 2 ഡിഗ്രി എടുക്കാം. BBA LLB എടുക്കാം, ലോ എടുക്കാം, BBA എടുക്കാം, പിന്നെ LLMന് പോകാം, അല്ലെങ്കിൽ MBAക്ക് പോകാം. അപ്പൊ ഇങ്ങനെയുള്ള ഡബിൾ ഡിഗ്രീസ് ഞാൻ അതിന്റെ ലിസ്റ്റ് മുഴുവൻ അയച്ചു കൊടുത്തേക്കാം. നിങ്ങൾ 12ാം ക്ലാസ് കഴിയുമ്പോൾ 1 ഡിഗ്രിക്ക് മെനക്കെടരുത്. 2 ഡിഗ്രി ഒരേ സമയം അടിച്ചെടുക്കാൻ നോക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരേ സമയം 2 ഡിഗ്രിയോ 3 ഡിഗ്രിയോ കൈ കിട്ടും. അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഞങ്ങളുടെ കാലത്ത് കോളേജിൽ പോയി പഠിച്ചെങ്കിലും ഡിഗ്രി എടുക്കാൻ പറ്റുമോ? ഇപ്പോ ഡിഗ്രി എടുക്കാൻ കോളേജിലൊന്നും പോണ്ട. അവനോട് വീട്ടിൽ ഇരുന്നാൽ മതി, ഡിഗ്രി എടുക്കാം. 390 ഡിഗ്രി എടുക്കാൻ ഒരു കോളേജിലും പോണ്ട. LLB പാസ്സാവാൻ MBA പാസ്സാവാൻ ഒരു കോളേജിലും പോണ്ട. വീട്ടിലിരുന്നാൽ മതി. എനിക്ക് 8 ഡിഗ്രി ഉണ്ട്. 7 ഞാൻ വീട്ടിൽ നിന്ന് പാസ്സായതാണ്. BSc കെമിസ്ട്രിക്ക് മാത്രമേ ഞാൻ കോളേജിൽ പോയിട്ടുള്ളൂ. 4 MA 2 PhD ഉൾപ്പെടെ ഞാൻ വീട്ടിൽ ഇരുന്നിട്ടാണ്. ഒരിടത്തും ഒരു കോളേജിലും പഠിക്കാൻ പോയിട്ടില്ല. അപ്പൊ ഇങ്ങനെ പ്രൈവറ്റായി വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന 390 ഡിഗ്രി ഏതൊക്കെയാണ്? ഞാൻ ആ ലിസ്റ്റ് പ്രിൻസിപ്പൽ അയച്ചു കൊടുത്തേക്കാണ്. പ്രിൻസിപ്പള് അത് നോട്ടീസ് ബോർഡിൽ ഇട്ടാൽ നിങ്ങൾ അത് വെച്ച് നോക്കണം. ഇതിൽ ഏതൊക്കെ അടിച്ചെടുക്കണം നോക്കണം. അടിച്ചെടുത്ത് ഡബിൾ ഡിഗ്രി ട്രിപ്പിൾ ഡിഗ്രിയൊക്കെ എടുക്കാം. വീട്ടിൽ ഡിഗ്രി എടുക്കാം. മകൻ ഡിഗ്രിക്ക് പഠിക്കുമ്പം അപ്പനും അമ്മയ്ക്കോ ഡിഗ്രി എടുക്കണം തോന്നിയാൽ ഡിഗ്രി എടുക്കാം. 25 വയസ്സ് കഴിഞ്ഞാലേ 1ാം ക്ലാസ്സിൽ പോലും പോകാത്ത ഒരാൾക്ക് ഡയറക്റ്റ് BA പരീക്ഷ എഴുതാം. 35 വയസ്സ് കഴിഞ്ഞാൽ 1ാം ക്ലാസ്സിൽ പോലും പോകാത്ത ഒരാൾക്ക് MA ഡിഗ്രി നേരിട്ട് എഴുതാം. ഇടകളോ ഒന്നും വേണ്ട. SLCയും പ്രീ ഡിഗ്രിയും ഡിഗ്രി ഒന്നും വേണ്ട പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കാൻ. ഞാനെന്റെ മോക്ക് മാർഗരറ്റ് മിച്ചലിന്റെ ഗോൺ വിത്ത് എന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്റെ അമ്മായി, എന്റെ അപ്പന്റെ അനിയന് ആന്ധ്രയിലെ DIG കോടീശ്വരനായ ഒരാൾ മോളെ കൊണ്ട് കെട്ടിച്ചു കൊടുത്തു. അമ്മായിക്ക് 10ാം ക്ലാസ്സിൽ കൂടുതൽ പഠിക്കാൻ പറ്റിയില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് അമ്മായി വന്നു. അയ്യോ എന്റെ മോനെ, എനിക്ക് ഇതുപോലൊന്നും പഠിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു അമ്മായി ഒരു കാര്യം ചെയ്യും, നമുക്ക് BA ഒക്കെ എഴുതാമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഈ പ്രൈവറ്റ് സ്റ്റഡീസിന്റെ സിലബസ് ഒക്കെ എടുത്ത് കൊടുത്ത് നോട്ടൊക്കെ കൊടുത്ത് അമ്മായി അഴിച്ചു കൊടുത്ത് BA അങ്ങ് പാസ്സായി. പഠിക്കാൻ ബുദ്ധി ഉണ്ടായിരുന്നു. അപ്പം കോടീശ്വരനായതുകൊണ്ട് ഒരു പഠിക്കാൻ വിടാതെ പിടിച്ച് കെട്ടിച്ചാ ചെറുപ്പത്തിലെ. വീട്ടിലിരിക്കുന്ന ആർക്കും ഡിഗ്രി എടുക്കാം. അടിച്ച് പാർത്തി പ്രൈവറ്റായിട്ട് വീട്ടിലിരുന്ന് ഡിഗ്രി എടുത്ത് തിരിച്ചു തരാൻ പറ്റും. വളരെ ശ്രദ്ധേയമായി നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പഠിച്ചാൽ തലച്ചോറ് കയറണമെങ്കിൽ വളരെ ഭംഗിയായിട്ട് അത് ശ്രദ്ധിച്ചോണം.
അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തലച്ചോറിന് ബുദ്ധി കൂടുകയും ബുദ്ധി കുറയുകയും ചെയ്യുന്ന എപ്പോഴാണ് എന്ന് കണ്ടെത്തുക എന്നുള്ള വളരെ ശ്രദ്ധേയമായ ഒരു മാർഗം. പഠിക്കുമ്പോൾ മുഖം കിഴക്കോട്ടായിരിക്കണം. കിഴക്കോട്ടായി കഴിഞ്ഞാൽ 10% തലച്ചോറിന് ബുദ്ധിശക്തി കൂടും. പഠിക്കുമ്പോൾ കാല് തുറക്കാൻ പാടില്ല. കാല് തുറത്തൊട്ടാൽ നമ്മുടെ നെർവിൻ്റെ സോഡിയം പൊട്ടാസ്യം ആൻസറിലോട്ട് പോകുന്ന ഇലക്ട്രോൺസ് എഫ്റ്റിയും വളരെ പെട്ടെന്ന് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോകും. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷയം 1 മണിക്കൂറിനുള്ളിൽ തുടർച്ചയായിട്ട് പഠിക്കരുത്. പഠിച്ചു കഴിഞ്ഞാൽ ആ ന്യൂറോൺസും റെസ്റ്റ് കൊടുക്കണം. വേറൊരു വിഷയം എടുത്ത് പഠിക്കണം. അപ്പോൾ തലച്ചോറിന് വളരെ ഭംഗിയായിരിക്കും. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഒരു തണുത്ത ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പഠിക്കാനിരുന്നാൽ പഠിത്തത്തിന് നല്ല കോൺസെൻട്രേഷൻ ആയിരിക്കും. പഠിക്കാൻ നല്ല കോൺസെൻട്രേഷൻ ആയിരിക്കും. 24 മണിക്കൂർ ഒരുപോലെയാണോ പഠിക്കുന്നത്? അല്ല. ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധി ഉണ്ടാവുന്നത് വെളുപ്പാങ്കാലത്ത് 4 മണി തൊട്ട് 6 വരെയാണ്. നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു, ബ്രഹ്മമുഹൂർത്തെ ഉത്തിഷ്ഠ, ബ്രഹ്മമുഹൂർത്തിൽ ഉണരണം. മുസ്ലിങ്ങൾക്ക് 5 കമ്പൽസറി നിസ്കാരം. പക്ഷെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് കമ്പൽസറി അല്ലാത്ത നിസ്കാരം ഉണ്ട്. പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ആ നിസ്കാരം കഴിഞ്ഞിട്ട് പഠിക്കാറുണ്ടല്ലോ, അപാര ബുദ്ധിയാണ്. ഇത് തന്നെയാണ് സായിപ്പൻ കണ്ടുപിടിച്ചത്. ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്സ് എ മൻ ഹെൽത്തി വെൽത്തി ആൻഡ് വൈസ്. അപ്പോൾ രാത്രി 11 മണിക്ക് കിടന്നിട്ട് വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് പഠിക്കണം. പഠിക്കുമ്പോൾ കുട്ടികൾ കഴിക്കുന്ന ആഹാരം അമ്മമാർ ശ്രദ്ധിച്ചോണം. ചില ആഹാരം തലച്ചോറിന് ഇറിറ്റേറ്റ് ചെയ്യും. കുട്ടികൾക്ക് ഒരിക്കലും കൊടുക്കാൻ പാടുന്ന ആഹാരമാണ് ജിഞ്ചർ കൊടുത്തു കഴിഞ്ഞുണ്ടല്ലോ കുട്ടിയുടെ തലച്ചോറ് റിവോൾട്ട്. നിങ്ങൾ ഇഞ്ചി നിന്ന് കുരങ്ങ് കേട്ടിട്ടുണ്ടോ? കുരങ്ങ് ഇഞ്ചി നിന്ന് കുരങ്ങി കഴിഞ്ഞാൽ ചുറ്റുമുള്ള ആടിച്ച് താർക്കും. കുരങ്ങിന്റെ കുഴപ്പമല്ല, പിന്നെ ഇഞ്ചിയുടെ കുഴപ്പമാണ്. മലയാളത്തിൽ അവൻ ഇഞ്ചിയാ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേശക്കാരനാണ്. ഇഞ്ചി കഴിച്ചാൽ പഠിക്കുന്ന കുട്ടിക്ക് പഠിക്കുന്ന വിഷയത്തോട് എതിർപ്പുണ്ടാവും. കുട്ടി പഠിത്തം നിർത്തോടെ. രണ്ടാമത് മുള കരച്ചുള്ള കറികൾ. നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന ഒരു ചുമന്ന മീൻകറിയുണ്ട്. പാണ്ടിമുളകും പിരിമുളകും കുരുമുളകും കാപ്പാരിമുളകൊക്കെ അരച്ചാൽ അതിനകത്ത് ഫീനോപ്രോപ്പീൻ ഒരു സാധനമുണ്ട്. ഈ തലച്ചോറ് തിന്നു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റിയല്ല, പഠിത്തം ഒഴുക്കി പോകും. പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് ചുമന്ന മീൻകറിയും കുട്ടി കൊടുത്തു വിട്ടാൽ ആ കുട്ടിയുടെ പരീക്ഷ ശരിക്കും കുട്ടിക്ക് എഴുതാൻ പറ്റിയല്ല. മുളക് അരച്ചുള്ള കറികൾ കൊടുത്ത് കുട്ടി വിട്ടുകളെ. ചില ആഹാരം തിന്നാൻ നല്ല രസമാണ്, പഠിക്കാൻ നല്ലതല്ല. മരിച്ചീനി തിന്നാൻ നല്ല രസമാണ്, തുമ്പായിട്ട് കിടക്കാൻ നല്ലതാണ്. പക്ഷെ മരിച്ചീനി കഴിച്ചിട്ട് പഠിക്കാനിരുന്നാൽ അരമണിക്കൂറിനെ ഉറക്കം വരും. പഠിത്തം കോൺസെൻട്രേറ്റ് ആക്കിയല്ല. ഉരുളക്കിഴങ്ങ് വളരെ നല്ലതാണ്. പക്ഷേ പഠിക്കാനിരിക്കുന്ന കുട്ടി ഉരുളക്കിഴങ്ങ് തിന്നോട്ടിരുന്നാണല്ലോ കുട്ടിയുടെ ബ്രെയിൻ ഉറക്കത്തിലേക്ക് പോകും, പഠിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾ ശനിയാഴ്ച ഞായറാഴ്ച തിന്നോ. പഠിത്തമുള്ള ക്ലാസ്സുകളൊന്നും ഈ മരിച്ചീനിക്കിഴങ്ങ് ഉരുളക്കിഴങ്ങൊന്നും തിന്നോണ്ടിരുന്നവരെ. മലയാളത്തിൽ പറയത്തില്ല കിഴങ്ങ് തലേന്ന് പറയത്തില്ല. കിഴങ്ങ് കിഴങ്ങ് തലേനാവും. ഒഴിവാക്കണം, ആഹാരം ഒഴിവാക്കേണ്ടതെന്നാണ്. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോഴും പരീക്ഷയ്ക്ക് പോകുമ്പോഴും നിങ്ങളുടെ തലച്ചോറിനെ ശക്തിപ്പെടുന്ന ഒരു സാധനമുണ്ട്, ചോക്ലേറ്റ് വായിലിട്ട് തുപ്പലിങ്ങനെ അടിയിച്ചുകൊണ്ട് കുടിച്ചോണ്ട് പഠിക്കണം. നമ്മുടെ സലൈവക്കകത്ത് ടൈൽ എന്നൊരു എൻസൈം അത് കയറി ഈ ചോക്ലേറ്റിൽ ആക്ട് ചെയ്യുമ്പോൾ ഫീനൈൽ ഈഥൈൽ അമീൻ എന്നൊരു സാധനം പുറത്ത് വരും. C6H5C2H5NS2. പിന്നെ തലച്ചോറിന് അപാര ബുദ്ധിശക്തിയാണ്. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ 6 ചോക്ലേറ്റ് കൊണ്ടുപോകണം. 9:00 പരീക്ഷയ്ക്ക് 9 മണിക്ക് ആദ്യത്തെ ചോക്ലേറ്റ് വായിക്കണം, 9 മണിക്ക് രണ്ടാമത്തെ, 10 മണിക്ക് മൂന്നാമത്തെ. 1/2 മണിക്കൂർ കൂടുമ്പോൾ ഓരോ ചോക്ലേറ്റ് വായിലിട്ട് ഉപ്പൽ അലിയിച്ച് കുടിച്ചുകൊണ്ടിരുന്ന് പരീക്ഷ എഴുതിയാൽ A+ ഉറപ്പ്. വല്ലതും പഠിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ തലച്ചോറിൽ അപ്പോഴും ഓർമ്മ വരും. അടിച്ച് പറത്തി പരീക്ഷ എഴുതാൻ പറ്റും സുന്ദരമായിട്ട്. ഓർമ്മശക്തി കൂട്ടാൻ എന്ത് ചെയ്യണം? ഓർമ്മശക്തി കൂട്ടാൻ ഏതാണ്ട് 12 ടെക്നിക്കുണ്ട്. ഞാൻ ആ ടെക്നിക്കുകളുടെ ലിസ്റ്റ് പ്രിൻസിപ്പൽ അയച്ചു കൊടുത്തേക്കാം. നിങ്ങൾ വേണമെങ്കിൽ പ്രിൻസിപ്പലിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് പ്രയോഗിക്കണം. അപ്പോൾ ബുദ്ധിശക്തി ഉണ്ടാവും, ഓർമ്മശക്തി ഉണ്ടാവും. പക്ഷെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതുന്ന 2 ദിവസം മുമ്പ് അവിടെ പോയി നോക്കണം. നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ മുഖം കിഴക്കോട്ടാണോ ഇല്ലയോ എന്ന്. നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന പരീക്ഷ എഴുതിയാൽ ഒരു 5-10% മാർക്ക് കൂടുതൽ കിട്ടും പരീക്ഷയ്ക്ക്. തെക്കോട്ട് തിരിഞ്ഞിരുന്ന പരീക്ഷ എഴുതുന്നെങ്കിൽ എല്ലാം പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ആ പരീക്ഷയ്ക്ക് 10% മാർക്ക് കുറയും. അവർ 2 ദിവസം പോയി നോക്കിയിട്ട് നിങ്ങളുടെ മുഖം കിഴക്കോട്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പളിനോട് പറയണം, സാറേ ഞങ്ങളുടെ മുഖം ഒന്ന് കിഴക്കോട്ടാക്കി തരണം. കിഴക്കോട്ടാക്കിയാലുണ്ടല്ലോ ഈ സ്കൂളിന് റിസൾട്ട് 10% കൂടും. ക്രെഡിറ്റ് ആർക്കാണ്? പ്രിൻസിപ്പളിനാണ്. അപ്പോൾ തിരിഞ്ഞ് പഠിക്കണം. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഒരു ഫ്ലാസ്കിനകത്ത് തണുത്ത വെള്ളം കൊണ്ടുപോകണം. പരീക്ഷ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് തണുത്ത വെള്ളം ഒരു 1/2 ഗ്ലാസ് കുടിച്ചിട്ട് അല്ല 1 ഗ്ലാസ് കുടിച്ചിട്ട് പരീക്ഷ എഴുതാൻ കൊള്ളാം. ബ്രെയിൻ നല്ല ക്ലാരിറ്റി തിങ്കിങ് ആണ്. അടിച്ച് പറത്തി പരീക്ഷ എഴുതാൻ പറ്റും. ഇനി ആർട്ടിഫിഷ്യൽ നമ്മൾ ഓർമ്മശക്തി കൂട്ടണം. ചില പരിപാടികളുണ്ട്.
ഹിന്ദു സന്യാസിമാർ സന്യസിക്കാനിരിക്കുമ്പോൾ അവര് ബ്രഹ്മി എന്ന് പറഞ്ഞ ചെടിയുടെ വേരും ഇലയും ചവച്ച് കഴിഞ്ഞപ്പോൾ നമ്മോടെ കോൺസെൻട്രേഷനാണ്. ഇപ്പോൾ ഈ ടാബ്ലറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും. പരീക്ഷ എഴുതാൻ കയറുന്നതിന് മുമ്പ് ഒരു ബ്രഹ്മി ഗുളിക, ആയുർവേദ ഗുളിക വായിലിട്ടിട്ട് അങ്ങ് വിഴുങ്ങിയിട്ട് പരീക്ഷ എഴുതാണ്ടല്ലോ, ആട്ടിച്ച് പറത്തി പരീക്ഷ എഴുതാൻ പറ്റും. രണ്ടാമത് സാധനമുണ്ട്. ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം സരസ്വതി ദേവിയാണ് വിദ്യയുടെ ദേവത. ആ സരസ്വതി ദേവിയുടെ വലിയൊരു അരിഷ്ടമുണ്ട്, സാരസ്വതാരിഷ്ടം. ഒരു 1/2 ounce കഴിച്ചിട്ട് പരീക്ഷ കയറിയുണ്ടല്ലോ, പകർപ്പൻ പരീക്ഷയാണ്. ഞാൻ 179 പരീക്ഷ പാസ്സായ ആളാണ്. 179 പരീക്ഷ. ഏത് പരീക്ഷ കയറിയാലും IAS പരീക്ഷ ഉൾപ്പെടെ ഒരു ബ്രഹ്മി ടാബ്ലറ്റ് കഴിക്കും, 1/2 ounce സർവസ്വാഷ്ട കഴിക്കും. പിന്നുണ്ടല്ലോ കുതിര പോകുന്നല്ല പരീക്ഷ, ആട്ടിച്ച പറത്തി പരീക്ഷ ചെയ്തു. അപ്പം ആർട്ടിഫിഷ്യലി ബുദ്ധിശക്തി, ഓർമ്മശക്തി കൂടണമെന്നുള്ള ആളുകൾ കുട്ടികളെ ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് പരീക്ഷ ചെയ്താണ്ടല്ലോ, പരീക്ഷയ്ക്ക് തകർപ്പൻ മാർക്ക് കിട്ടും. അപ്പം ഇങ്ങനെയുള്ള ചില പരിപാടികളുണ്ട്. പഠിക്കാനിരിക്കുമ്പോൾ, പരീക്ഷ എഴുതാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഞങ്ങളൊക്കെ പുസ്തകം വായിച്ച് ഇങ്ങനെ പഠിച്ച് അങ്ങനെ വായിച്ച് 18-20 മണിക്കൂറൊക്കെ ഇരുന്ന് വായിച്ചു. അങ്ങനെ വായിക്കാൻ പാടില്ല, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാനങ്ങനെ വായിച്ച് എൻ്റെ കൺപോൾ എന്ന് വീട് പോയി. ഇടത്തെ കൺപോൾ 90% അടഞ്ഞിരിക്കുക, വലത്തെ കൺപോൾ 70%. ഞാൻ എൻ്റെ കണ്ണാടി 2 ഇരുമ്പും വെച്ച് ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കാം. ഇല്ലെങ്കിൽ കൺപോളെ കംപ്ലീറ്റ് അങ്ങ് അടഞ്ഞു പോകും. ആരെങ്കിലും നോക്കിയാലേ ഞാൻ തുറിച്ചു നോക്കാൻ വിചാരിക്കും. ഞാൻ സ്ത്രീകളെ നോക്കാറില്ല. കാര്യം എനിക്ക് എൻ്റെ നോട്ടത്തിലെ ദുരുദ്ദേശമുണ്ടെന്ന് സ്ത്രീ തെറ്റിദ്ധരിച്ചു ഇവിടെ വല്ല അന്തമുണ്ട്, യാതൊരു അന്തമില്ല. നിങ്ങൾക്ക് ഗതികേടില്ലപ്പം. എൻ്റെ വീട്ടിൽ പുസ്തകം വായിക്കാൻ കണ്ണുകൊണ്ട് വായിക്കണ്ട, നിങ്ങൾക്ക് ചെവി കൊണ്ട് പുസ്തകം വായിക്കാം. ഓഡിയോ ബുക്ക്, കമ്പ്യൂട്ടറിൽ കയറി ഓഡിയോ ബുക്കിനകത്തോട്ട് കയറുക, പുസ്തകം കൊണ്ട് അടിച്ചു കൊടുക്കുക, സായിപ്പിരുന്ന് പുസ്തകം വായിച്ച് കേൾപ്പിക്കുക. നമ്മൾ കണ്ണടച്ച് ഇങ്ങനെ ശാന്തമായിട്ട് ഇരുന്നാൽ മതി. ഞാൻ കൊല്ലത്ത് നിന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും 5 പുസ്തകം വായിച്ചു കഴിഞ്ഞു. കാരണത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അയാളിങ്ങനെ പുസ്തകം വായിക്കും. വേൾഡിയുടെ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ വായിക്കണം, അടിച്ചു കൊടുത്താൽ കേംബ്രിഡ്ജിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് പീറ്റർ സി ഇരുന്ന് അങ്ങോട്ട് വായിച്ച് കേൾപ്പിച്ചേരാം. അന്ന് കണ്ണ് കേടില്ലാതെ വായിക്കാൻ പറ്റും. 2, ഇംഗ്ലീഷ് ഭാഷ എങ്ങനെ പറയണം നമ്മൾ മനസ്സിലാവും ഈ പീറ്റർ സി വായിക്കുമ്പോൾ. എന്നെ 6ാം ക്ലാസ് പഠിച്ചപ്പോൾ ഒരു സാറിൻ്റെ വാക്കോട് വെച്ച് കിടിനാപ്പതൊരു വാക്ക്. 9ാം ക്ലാസ്സിൽ ഒരു BSc ബീഡുകാരി ടീച്ചർ ക്ലാസ്സിൽ വന്നു. ആ ടീച്ചർ പഠിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കിട്ടാപ്പത് വാക്കിനാണ് മറ്റേ അതിനെ കിടിനാപ്പെന്ന് പഠിപ്പിച്ചത്. ഈ ടീച്ചറിനെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ DGP ആയിട്ട് ഞാൻ പല സ്ഥലത്ത് ആരുടെ ആ കുട്ടിയെ കിടിനാപ്പ് എന്ന് വെച്ചാൽ SI എന്നെ മൊത്തം വെച്ചിരിക്കത്തില്ല. വീട്ടിൽ ഊസ്മാണ്ടം DGP കിടിനാപ്പ് പഠിക്കുന്നു. നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് ഈ ഓഡിയോ ബുക്ക് കേട്ടാണ്ടല്ലോ കറക്റ്റ് ഇംഗ്ലീഷ് എങ്ങനെ പറയുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. പണ്ട് ഞങ്ങൾ പുസ്തകമൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് വായിക്കും. അതിനകത്ത് കീടങ്ങളും പൊടിയൊക്കെയാണ് ഭയങ്കര പ്രശ്നം. ഇപ്പോഴോ നിങ്ങൾ നേരെ കമ്പ്യൂട്ടർ കയറി കിൻഡിൽ ഓൺ ചെയ്തിട്ട് അടിച്ചു കൊടുത്താൽ മതി. പുസ്തകത്തിൻ്റെ പേജ് ഇങ്ങനെ വരും. പൊടിയില്ല, ഒരു കൃമികീടമില്ല, പുസ്തകം പിടിച്ചുകൊണ്ടിരിക്കുന്ന പാടില്ല, കമ്പ്യൂട്ടർ സ്ക്രീൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് വായിക്കാം, ഇതിനകത്ത് വായിക്കാം. ഇനി പുസ്തകം മുഴുവൻ വായിക്കണോ? വേണ്ട. ഞങ്ങളൊക്കെ പണ്ട് പുസ്തകം മുഴുവൻ വായിച്ചു കേൾക്കും. ഇപ്പോഴോ ബ്ലിങ്കിസ്റ്റ് എന്ന സാധനമുണ്ട്, BLINGIST. പുസ്തകത്തിൻ്റെ പേരങ്ങോട്ട് പഠിച്ചാൽ മതി. ആ പുസ്തകം മുഴുവൻ 5 പേജിൽ സമ്മറൈസ് ചെയ്ത് താഴെ വരും. അപ്പോഴേ താഴെ വരും. ഞങ്ങളൊക്കെ നോൺ ഡീറ്റെയിൽ പഠിക്കാൻ 2 മാസം കളഞ്ഞു. നിങ്ങളോ ഡേവിഡ് കോപ്പർഫീൽഡ് സമ്മറി പോസിബിൾ ക്വസ്റ്റൻ ആൻസർ അടിച്ചു കഴിഞ്ഞാൽ ഡേവിഡ് കോപ്പർഫീൽഡിന്റെ മുഴുവൻ സമ്മറിയും പരീക്ഷയ്ക്ക് വരാൻ സാധ്യത 20 ചോദ്യം ഉത്തരവും അപ്പോഴേ സ്ക്രീനിൽ വരും. 1/2 മണിക്കൂർ നോൺ ഡീറ്റെയിൽ പുറത്തും കഴിഞ്ഞു. ഞങ്ങളൊക്കെ 2 മാസം പഠിച്ച പരിപാടി നിങ്ങൾക്ക് 1/2 മണിക്കൂർ മതി, പരിപാടി കഴിഞ്ഞു. ഇനി ഇംഗ്ലീഷിലാണ് പുസ്തകം, മലയാളത്തിൽ വായിക്കണം. എന്താ പരിപാടി? കുക്കു ആപ്പിനകത്തോട്ട് കയറണം. കുക്കു ആപ്പിനകത്തോട്ട് കയറി പുസ്തകത്തിന് പേരടിച്ചു കൊടുത്താൽ ഇംഗ്ലീഷ് പുസ്തകം മലയാളത്തിൽ സ്ക്രീനിൽ വരും. സുഖമായിട്ടൊക്കെ വായിച്ചു കിട്ടാം, സുഖമായിട്ട്. ഇനി വായിക്കുകയല്ല, സംഭവം വീഡിയോയിൽ കാണണം. എന്ത് ചെയ്യണം? നേരെ യൂട്യൂബിൽ കയറണം. ഡോക്യുമെന്ററീസ് എന്നൊരു ഭാഗമുണ്ട്, അതിനകത്തോട്ട് കയറി അടിച്ചു കൊടുത്താൽ 66 ലക്ഷം വീഡിയോസാണ്. 66 ലക്ഷം പറഞ്ഞ വിഷയത്തിൻ്റെ വീഡിയോ അപ്പോഴേ സ്ക്രീനിൽ വരും. സുന്ദരമായിട്ട് അടിച്ച് പുറത്തേക്ക് പഠിക്കാം. ഇനി ക്ലാസ്സിലൊരു ടീച്ചർ പഠിപ്പിച്ചു, മനസ്സിലായില്ല, സാറിനോട് വഴക്കുണ്ടാക്കണോ? വേണ്ട. വീട്ടിൽ വന്നിട്ട് യൂട്യൂബിൽ കയറണം. കയറിയിട്ട് കൺട്രി വൈഡ് ക്ലാസ് റൂം എന്നൊരു സാധനമുണ്ട്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷന്റെ കൺട്രി വൈഡ് ക്ലാസ് റൂം. അവിടെ അടിച്ചു കൊടുത്താൽ ഗ്രാവിറ്റി E=mc² എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ മതി. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പ്രൊഫസർ 1 മണിക്കൂർ ക്ലാസ് എടുക്കും. ഭയങ്കര രസമായിട്ടൊക്കെ മനസ്സിലാവും. ഇനി അയാൾ പഠിപ്പിച്ച മനസ്സിലായില്ല, ശരി. EMRC ഹൈദരാബാദ് ഇലക്ട്രോണിക് മീഡിയ റിസർച്ച് ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയുടെ വിഭാഗം, അതിനകത്ത് അടിച്ചു കൊടുത്തോണ്ടല്ലോ ഇന്ത്യയിലെ വേറൊരു ബെസ്റ്റ് ടീച്ചർ ആ വിഷയം 1 മണിക്കൂർ പ്രസംഗിക്കും. ഭംഗിയായിട്ട് മനസ്സിലാവും.
ഇല്ല കേരള ഗവൺമെന്റ് വിക്ടർ ചാനൽ 1 മലയാളം, വിക്ടർ ചാനൽ 2 ഇംഗ്ലീഷ് അടിച്ച് പാർട്ടി ക്ലാസ്സാണ്. ഒറ്റയടിക്കും മനസ്സിലാവും. ടീച്ചറിനോട് വഴക്കുണ്ടാക്കണ്ട, വീട്ടിൽ വന്ന് 1 മണിക്കൂർ കൊണ്ട് കാര്യം കഴിഞ്ഞു. ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ഒന്ന് കേൾക്കാം. ഒരു വിഷയത്തെ പറ്റി എത്ര പുസ്തകം എഴുതിയിട്ടുണ്ട്, ബിബ്ലിയോഗ്രഫി സെർച്ച് എന്ന സാധനമുണ്ട്. അതിനകത്ത് അടിച്ചു കൊടുത്താൽ ആ വിഷയത്തെ പറ്റി എത്ര പുസ്തകം ഈ ലോകത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് ലിസ്റ്റ് നേരെ വരും. ഏതൊക്കെ ഭാഷ, ഏതൊക്കെ പുസ്തകം. എൻസൈക്ലോപീഡിയ സെർച്ച് ചെയ്യണം. പണ്ട് ഞാൻ തുമ്പോണെന്ന് 100 കിലോമീറ്റർ യാത്ര തിരുവനന്തപുരത്ത് പോയി യൂണിവേഴ്സിറ്റി ലെവലിൽ 2ാം നില കയറി എൻസൈക്ലോപീഡിയ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇരുമ്പ് ഗേറ്റ് അടയ്ക്കാതെ അകത്ത് ഗേറ്റിട്ട് എൻസൈക്ലോപീഡിയ വരും, വായിച്ചിട്ട് തിരിച്ചു കൊടുക്കണം. പരിശോധിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പാക്കിയിട്ട് നമ്മൾ പുറത്തോട്ട് വിടൂ. ഇപ്പോഴോ നിങ്ങൾക്ക് ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് എൻസൈക്ലോപീഡിയ സെർച്ച് എടുത്തിട്ട് വിഷയം കൊണ്ട് കൊടുത്താൽ ബ്രിട്ടാനിക്ക, അമേരിക്കാന, കോളിയേഴ്സ്, വേൾഡ് ബുക്ക് എൻസൈക്ലോപീഡിയ, വിക്കിപീഡിയ 5 എൻസൈക്ലോപീഡിയ അപ്പോഴേ സ്ക്രീനിൽ വരും. 5 മിനിറ്റ് വന്നു, 5 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് മനസ്സിലാക്കാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് കൊടുത്താൽ ലേഖനം വേണോ അടിച്ചു കൊടുത്താൽ 5 മിനിറ്റ് ലേഖനം സ്ക്രീനിൽ വരും. പ്രസംഗിക്കണോ അടിച്ചു കൊടുത്താൽ പ്രസംഗം അപ്പോഴേ സ്ക്രീനിൽ വരും. മക്കളെ, ഞങ്ങളൊന്നും സ്വപ്നം കണ്ടില്ല ഇങ്ങനെ ഒരു ലോകം ഉണ്ടാവുമെന്ന്. പക്ഷേ നിങ്ങളിങ്ങനെ പഠിച്ചില്ലെങ്കിൽ, ക്ലാസ് പഠിപ്പിക്കുന്നത് മാത്രം പഠിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് വേണമുണ്ടല്ലോ. നിങ്ങളോട് മത്സരിക്കാൻ വരുന്ന ആളുകൾ ഡൽഹിയിലും ബോംബെയിലൊക്കെ ഇരുന്ന് ഈ പരിപാടിയൊക്കെ ഉപയോഗിച്ച് പഠിച്ചിട്ട് വരിക, അവനോട് മത്സരിക്കാൻ വേണ്ടല്ലോ. നിങ്ങളെ അടിച്ചവൻ ഫ്ലാറ്റായി കളയും. അതുകൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മോഡേൺ ടെക്നോളജി എങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ സിലബസിനെ കൃത്യമായി മനസ്സിലാക്കി പോസിബിൾ ക്വസ്റ്റ്യൻ ആൻസർ ഉൾപ്പെടെ പഠിച്ച് പോയി പരീക്ഷ എഴുതണം. അടിച്ച് നിങ്ങൾ റാങ്കിലോ A+ലോ പോയി നിൽക്കാം. നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ മതി. വേറെ എങ്ങും പോണ്ട, ഒരു ട്യൂഷനും വേണ്ട. വീട്ടിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് നോളജ് എത്തുകയാണ്. ഇനി അതങ്ങോട്ട് കഴിഞ്ഞ് നിങ്ങൾ ഏത് പരീക്ഷ എഴുതണം, ഏതൊക്കെ പരീക്ഷ, UPSC ഏതൊക്കെ പരീക്ഷ എഴുതണം, കേരള പോലീസ് കമ്മീഷൻ ഏതൊക്കെ പരീക്ഷ എഴുതണം, നിങ്ങൾ തീരുമാനിക്കണം. തീരുമാനിച്ചു കഴിഞ്ഞാൽ IAS ഉൾപ്പെടെ അടിച്ചങ്ങോട്ട് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ ആ പരീക്ഷയുടെ സിലബസ് എന്താണ്, IAS പരീക്ഷയുടെ സിലബസ് എന്താണ്, നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷന്റെ സിലബസ് എന്താണ്, കഴിഞ്ഞ 5 കൊല്ലം പരീക്ഷയ്ക്ക് ചോദ്യപ്രളയം എന്താണ്, ആ ചോദ്യക്ലാസിന്റെ മോഡൽ ആൻസർ എങ്ങനെയാണ് മോഡൽ ആൻസർ എഴുതേണ്ടത്, കംപ്ലീറ്റ് സ്ക്രീനിൽ വരും. IAS പരീക്ഷയുടെ ഒക്കെ ഓരോ വർഷത്തെ പരീക്ഷയും ഞാൻ ഉൾപ്പെടെ ഇരുന്ന് ആൻസർ തയ്യാറാക്കി അയച്ചു കൊടുക്കും ഈ വീഡിയോക്കാർക്ക് വേണ്ടി. അവരത് സ്ക്രീനിൽ അപ്പോഴേ കാണിക്കും. അപ്പോൾ എന്ത് പറ്റും, വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് വിജയിച്ച് കയറാൻ പറ്റും. ഇത് അപാരമായി മനസ്സിലാക്കണം. വിജ്ഞാനം പൊട്ടിത്തെറിക്കുന്ന ഒരു കാലമാണ്. അവിടെ ഈ അറിവ് നേടിയെടുക്കണം, അറിവ് ഉപയോഗിക്കണം, പരീക്ഷയ്ക്ക് വലിയ മാർക്ക് വായിക്കണം. UN സിവിൽ സർവീസ് കാരണം സ്റ്റാർട്ടിങ് ശമ്പളം 5 ലക്ഷം രൂപയാണ് ഒരു മാസം. ഒരു 20 കൊല്ലം കഴിയുമ്പോഴേ 1 കോടി രൂപയാണ് ഒരു മാസം ശമ്പളം. ഇപ്പോൾ UN-യുടെ 16 സർവീസ് ഒരെണ്ണത്തിന്റെ തലവൻ ഈ അങ്കമാലിക്കാരനാണ്, മുരളി തുമ്മാരവടി. UN റിസോഴ്സ് സ്റ്റേഷന്റെ തലവനാണ്. അവന്റെ ശമ്പളം 3 കോടി രൂപയാണ് ഒരു മാസം. വീട്ടിലേക്ക് ഏത് കുട്ടിക്ക് നേടിയെടുക്കാം. പക്ഷെ UN സിവിൽ സർവീസ് എങ്ങനെ പോകണം? MBBS കഴിഞ്ഞ് ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി 5000 രൂപ ചെന്നിരിക്കണോ? വേണ്ട. ഇപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ സർവീസ് ഉണ്ട്, IAS പോലെ. അത് പാസ്സായാൽ 8 മെഡിക്കൽ സർവീസാണ്. IAS-ന് തുല്യ സർവീസ്. നിങ്ങൾ ചെയ്യുന്ന ഡോക്ടറുടെ ജോലി IAS-ന് തുല്യ സർവീസാണ്. എഞ്ചിനീയറിംഗ് പാസ്സാക്കി ടെക്നോ മാർക്കറ്റ് 20,000 രൂപ ജോലിയാണോ? വേണ്ട. എഞ്ചിനീയേഴ്സിന് 48 ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് ഉണ്ട്. IAS-ന് തുല്യമായ സർവീസാണ്. ശാസ്ത്ര വിഷയങ്ങളിൽ ഡിഗ്രി എടുത്താൽ IFS എടുക്കാം. എക്കണോമിക്സ് പഠിച്ചാൽ ഇന്ത്യൻ എക്കണോമിക് സർവീസ് എടുക്കാം. സ്റ്റാറ്റിക്സ് പഠിച്ചാൽ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ സർവീസ് എടുക്കാം. നിങ്ങൾ LLBക്ക് പഠിക്കുമ്പോൾ തന്നെ മജിസ്ട്രേറ്റ് പരീക്ഷയുടെയും സെഷൻ ജഡ്ജി പരീക്ഷയുടെയും സിലബസ് നോക്കണം. മജിസ്ട്രേറ്റ് പരീക്ഷ എങ്ങനെ പാസ്സാവണം, സെഷൻ ജഡ്ജി എങ്ങനെ പാസ്സാവണം. നിങ്ങൾ LLB പാസ്സാവുമ്പോഴേ ഡിഗ്രി മജിസ്ട്രേറ്റായിട്ട് കയറും, സെഷൻ ജഡ്ജിയായിട്ട് കയറും. എൻ്റെ കസിൻസും നെവ്യൂസും നീസസും കൂടെ 12 ജഡ്ജിമാരുണ്ട് കേരളത്തിൽ. അവർ LLB പഠിക്കാൻ പോയപ്പോൾ ഞാൻ ഇതും കൂടെ അയച്ചു കൊടുക്കും. അവർ നിങ്ങൾ LLB പാസ്സാകുമ്പോഴേ പരീക്ഷ എഴുതും. മജിസ്ട്രേറ്റും സെഷൻ ജഡ്ജിയായിട്ട് അങ്ങ് വരികയാണ് വളരെ ഈസിയായിട്ട്. ഇത് ഞങ്ങൾക്ക് പറ്റിയില്ലായിരുന്നു, നിങ്ങൾക്കിപ്പോൾ പറ്റും. ഇങ്ങനെയുള്ള പഠിക്കുന്ന വിഷയത്തിൽ ഓൾ ഇന്ത്യ സർവീസ് കയറണം, അല്ലെങ്കിൽ UN സിവിൽ സർവീസ് കയറണം. ലോകം മുഴുവൻ ജയിച്ച് കയറി വരാം. വലിയ പന്താവ് തുറക്കാൻ ഞാനൊരു 90ഓളം വീഡിയോസ് ഒക്കെ പ്രിൻസിപ്പൽ അയച്ചു കൊടുത്തേക്കാം. നിങ്ങളിവിടെ ഉപയോഗിക്കാം. പിന്നെ എപ്പോഴെങ്കിലും സ്പെയർ ടൈം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വലിയ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ നിങ്ങൾ സംഘടിപ്പിച്ചാൽ ഞാൻ തന്നെ വടക്കോട്ട് വരുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ക്ലാസ് എടുത്തു തരാം. അങ്ങനെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വലിയ വലിയ നിലയിലെത്തണം. നിങ്ങൾ ഏത് കസേരയിൽ ഇരുന്നാലും നിങ്ങളുടെ മനസ്സിൽ വർഗീയത കയറാൻ പാടില്ല. അയാൾ ഉയർന്നവനാണ്, ഇവൻ താഴ്ന്നവനാണ്, ജാതിയുണ്ട പാടില്ല.
അവൻ മുസ്ലിമാണ്, അവൻ ക്രിസ്ത്യാനിയാണ്, മതചിന്ത പാടില്ല. ഇന്ത്യയെ നശിപ്പിക്കും. ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും ഭൂരിപക്ഷത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും ഇന്ത്യ എന്ന രാഷ്ട്രം ഇല്ലാതാവും. അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് കാണാൻ പറ്റണം. മാലിക് ബിൻ കേരളത്തിൽ ഒരു മുസ്ലിം ആക്രമിച്ചു വന്നല്ല. മാലിക് ബിൻ കേരളത്തിൽ വരുമ്പോൾ 72 പേര് കൂടെ ഉണ്ടായിരുന്നു. സമുദ്ര രാജാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പുരുഷന്മാർ മാത്രമായിട്ട് വന്നല്ലേ, നിങ്ങൾക്ക് ഭാര്യമാരെ ഞങ്ങൾ തരാം. ഇവിടുന്ന് 72 ഹിന്ദു പെൺകുട്ടികളെ മാലിക് ബിൻ ദിനാറിനും മറ്റവർക്കും വിവാഹം കഴിക്കാൻ കൊടുത്തു. അതിൽ മാലിക് ബിൻ ദിനാറിന് കൊടുത്തത് ഒരു ബ്രാഹ്മണ സ്ത്രീയായിരുന്നു. ആ സ്ത്രീയുടെ സന്ധി പരമ്പരപ്പെട്ടവരാണ് മുസ്ലിം ലീഗിന്റെ പാണക്കാട് ശിഹാബ്ദങ്ങളുടെ കുടുംബം. ഇന്ത്യയിലെ കേരളത്തിലെ ഏത് മുസ്ലിമിനെ എടുത്താലും അമ്മയുടെ മൈറ്റോകോൺഡ്രിയൽ DNA ഹിന്ദു DNA ആണ്. അമ്മമാരാരും മുസ്ലിങ്ങളല്ല. ഹിന്ദുക്കളായ അമ്മമാരെ മാലിക് ബിൻ ദിനാറിന് കൂട്ടർക്ക് വിവാഹം കഴിച്ചിട്ടാണ് കേരളത്തിൽ മുസ്ലിങ്ങളുണ്ടായത്. അവർ സാഹോദര്യത്തിൻ്റെതായിരുന്നു. സാമൂതിരി കൽപ്പനയിട്ടു, മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. ആയതിനാൽ എല്ലാ ഹിന്ദു കുടുംബങ്ങളിലും 1-2 ആൺകുട്ടികളെ ഇസ്ലാം മതത്തിൽ ചേരാൻ ഞാൻ അനുവദിക്കുന്നു. കോഴിക്കോട് ആർക്കൈവ്സ് പോയി നോക്കി, ഞാൻ പോയി കണ്ട ഓർഡറാണ്. സാമൂതിരി ഉത്തരവിട്ടിരിക്കുകയാണ്, ഹിന്ദുക്കളുടെ കുടുംബത്തിൽ 1-2 ഹിന്ദുക്കളെ മുസ്ലിമാക്കാൻ. രാജ്യത്തിന്റെ സമ്പത്ത് അവർ വർദ്ധിപ്പിക്കുന്നു. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഉത്തരവാണ്. ഇവിടെ ക്രിസ്ത്യാനികൾ വന്നു. ക്രിസ്ത്യാനികൾക്ക് വീട് വെച്ചു കൊടുക്കാൻ ഇവിടുത്തെ നായന്മാരും ഇവിടുത്തെ രാജാക്കന്മാരും സ്ഥലം കൊടുത്തു. ഏത് മരത്തിന്റെ ചുവട്ടിലാണോ ഞങ്ങൾ വീട് വെച്ചത് അത് ഞങ്ങളുടെ വീട്ടുകാരായി. പുളിമൂട്ടിൽ, മാമൂട്ടിൽ, നെല്ലിമൂട്ടിൽ, ആഞ്ഞിലിമൂട്ടിൽ, എന്തോ ഈ മൂട്ടിൽ നായന്മാരോ രാജാക്കന്മാരോ ഞങ്ങൾക്ക് കുടിൽ വെക്കാൻ വന്ന മരത്തിന്റെ പേരാണ് ഞങ്ങളുടെയൊക്കെ വീട്ടുപേര്. ആ സൗഹാർദ്ദം ഇവിടുത്തെ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളോട് കാണിച്ചു. മുസ്ലിങ്ങൾ അങ്ങോട്ട് ഈ രാജ്യത്തെ ശക്തിപ്പെടുത്തി, ക്രിസ്ത്യാനികൾ അങ്ങോട്ട് രാജ്യത്തെ ശക്തിപ്പെടുത്തി. അങ്ങനെയാണ് സംഭവം. കേരള മന്ത്രിസഭ തകർന്ന് പുതിയ മന്ത്രിസഭ ഉണ്ടാക്കണം. മുഹമ്മദ് കോയ ആണ് ഫ്രണ്ട് റണ്ണർ. അപ്പോൾ കേരള കോൺഗ്രസിന്റെ വോട്ടുകളുണ്ടെങ്കിലേ മുഖ്യമന്ത്രിയാവാൻ പറ്റുള്ളൂ. വേദിയിലിരിക്കുന്ന ബീരാൻ സാഹിബ് ഉൾപ്പെടെ പാലാ ബിഷപ്പിനെ കാണാൻ പോയി. പാലാ ബിഷപ്പിന്റെ അറിയാമോ, കേരള കോൺഗ്രസ് MLA വിളിച്ചു പറഞ്ഞു CH മുഹമ്മദ് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ക്രിസ്ത്യാനികൾ ബിഷപ്പ്മാരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് CH മുഹമ്മദ് കോയ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം ചീഫ് മിനിസ്റ്ററായത്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പരസ്പര സഹോദരങ്ങളെപ്പോലെ പ്രവർത്തിച്ചു, ഏകോദര സഹോദരങ്ങളെപ്പോലെ പ്രവർത്തിച്ചു. ഇവിടെ ഒരു മതചിന്ത ഉണ്ടായിരുന്നില്ല. ഓണം വരുമ്പോൾ നായർ കുടുംബങ്ങളിൽ നമ്മൾ സദ്യ കഴിച്ചു. ക്രിസ്മസ് വരുമ്പോൾ ഒരു മതമില്ലായിരുന്നു. എല്ലാ മതക്കാരും നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് ഉണ്ടാൻ വന്നു. നബിദിനം വരുമ്പോൾ മുസ്ലിം വീടുകളിൽ ക്രിസ്ത്യാനികളായ ഞങ്ങൾ ഹിന്ദുക്കളും പോയി ആഹാരം കഴിച്ചു. ഇവിടെ ഒരു മതചിന്ത ഉണ്ടായിരുന്നില്ല. ഏതാനും ചില രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം മാറ്റാൻ വേണ്ടി ഇവിടെ മതചിന്തയും മതവിരോധം ഉണ്ടാക്കിയിരിക്കുകയാണ്. നിങ്ങൾ പഠിച്ച് വലിയ നിലകളിലെത്തുമ്പോൾ നിങ്ങൾ ആ കസേരയെ പറ്റി അഹങ്കരിക്കരുത്. നിങ്ങൾ ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളും കൊടുക്കുന്ന കരത്തിൽ നിന്ന് പൈസ ശമ്പളം വാങ്ങിക്കുന്നവരാണ്. നിങ്ങളുടെ ഈ രാജ്യത്തെ സർവ് ചെയ്യുമ്പോൾ ഹിന്ദുവിനെ മാത്രം സർവ് ചെയ്യാൻ പറ്റുമോ? മുസ്ലിമിന് സർവ് ചെയ്യാൻ പറ്റുമോ? ക്രിസ്ത്യാനി മാത്രം സർവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഇങ്ങനെ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അക്ബർ ചക്രവർത്തി പ്രധാനമന്ത്രി ബീർബൽ ബ്രാഹ്മണൻ, അക്ബർ ചക്രവർത്തിയുടെ ധനകാര്യമന്ത്രി രാജാ തോണ്ടർമാൽ വൈശ്യൻ, അക്ബർ ചക്രവർത്തിയുടെ സർവ്വസൈന്യാധിപൻ രാജാ മാൻസിംഗ് അയാൾ ഗജപുത്രനായിരുന്നു. ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുന്ന ഔറംഗസീബുണ്ട്. ഔറംഗസീബിന്റെ പ്രധാനമന്ത്രി ആരാണ്? തേജ് ബഹാദൂർ, ഹിന്ദുവായിരുന്നു. ഔറംഗസീബിന്റെ ഗവൺമെന്റിൽ 80% ഹിന്ദുക്കളായിരുന്നു. ഔറംഗസീബിന്റെ സൈന്യത്തിൽ 85% ഹിന്ദുക്കളായിരുന്നു. ഹിന്ദു ക്ഷേത്രം പൊളിക്കാൻ ഔറംഗസീബ് ഓർഡർ ഇട്ടാൽ പട്ടാളം ഔറംഗസീബിനെ വെട്ടിക്കൊന്നില്ലാന്ന് ഇപ്പൊ തന്നെ. ടിപ്പുവിന്റെ പ്രധാനമന്ത്രി ആരാണ്? ടിപ്പുവിന്റെ പ്രധാനമന്ത്രി ബ്രാഹ്മണനായിരുന്നു. ബ്രാഹ്മണൻ. അദ്ദേഹത്തിന്റെ 12 മന്ത്രിസഭയിൽ 8 പേരും ഹിന്ദുക്കളായിരുന്നു. ഹിന്ദുക്കൾ. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രധാന ഭാര്യ ആരാണ്? അദ്ദേഹത്തിന്റെ പ്രധാന ഭാര്യ വടകരയിലെ നായർ സ്ത്രീ ഉണ്ണിച്ചാറയായിരുന്നു. ആ ഉണ്ണിച്ചാറ മുസ്ലിമാണ്. ടിപ്പു പറഞ്ഞോ? ഇല്ലല്ലോ. ശ്രീരംഗപട്ടണത്തെ ടിപ്പുവിന്റെ വീടിനോട് ചേർന്ന്, ഞാൻ ശ്രീരംഗപട്ടണത്തിൽ കണ്ടിട്ടുണ്ട്, ടിപ്പുവിന്റെ വീടിനോട് ചേർന്നൊരു ഹിന്ദു ക്ഷേത്രം ഉണ്ടാക്കി. എന്തിനാണെന്നറിയാമോ? ഈ ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കാനായിട്ട്. അക്ബറുടെ ഫത്തേപൂർ സിക്രി പോകുമ്പോൾ അക്ബറുടെ വീടിനോട് ചേർന്നൊരു ഹിന്ദു ക്ഷേത്രമുണ്ട്. എന്തിനാണെന്നറിയാമോ? ജോധാബായിക്ക് ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കാൻ. ജോധാബായി മുസ്ലിമാണെന്ന് അക്ബർ പറഞ്ഞോ? അക്ബർ പറഞ്ഞില്ല. അതാണ് ഈ രാജ്യത്തെ സൗഹാർദ്ദം. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഏകോദര സഹോദരങ്ങളോടൊപ്പം ജീവിച്ചു. ആ സാഹോദര്യം
ഈ സ്കൂളിൽ പഠിക്കുന്ന ഓരോ കുട്ടികളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങൾ ഏത് നിലയിലെത്തിയാലും മനുഷ്യനെ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ വേർതിരിക്കാൻ പാടില്ല. അതാണ് ഗുരുദേവൻ, മഹാനായ മലയാളി ഗുരുദേവൻ പറഞ്ഞത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വത്തിന് വാഴുന്ന മാതൃകാസ്ഥാനമാവണം. അങ്ങനെയാണ് ആ രീതിയിൽ മതസൗഹാർദ്ദത്തോടെ ജീവിക്കണം. നിങ്ങൾ വളർന്ന് ഇന്ത്യ ഒരു ദരിദ്ര രാഷ്ട്രമാണ്. 38 കോടി ആളുകൾ ദാരിദ്ര്യത്തിന് താഴെയാണ്. ഒരു ദിവസം ഒരു നേരം ആഹാരം കഴിക്കാനുള്ളൂ 38 കോടി ഇന്ത്യക്കാർക്ക്. 2 കോടി ഇന്ത്യക്കാർ ഫുഡ് സെക്യൂരിറ്റി ഇല്ല. ഒരു ദിവസം ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ല 2 കോടി ഇന്ത്യക്കാർക്ക്. ആ ദരിദ്ര രാഷ്ട്രമാണ് നമ്മൾ. പാലടിക്കാൻ വളരെ എളുപ്പമാണ്, ലോകത്തിൽ വലിയ ശക്തിയാണെന്നൊക്കെ പറയാം. ഈ ദാരിദ്ര്യത്തിൽ നിന്ന് പാവപ്പെട്ട രക്ഷിക്കാനാണ് ഈ ഇരിക്കുന്ന ഓരോ കുട്ടികളുടെ ലക്ഷ്യം. നിങ്ങൾ പഠിച്ച് വലിയ നിലകളിലെത്തി ഈ ദരിദ്ര രാഷ്ട്രത്തെ രക്ഷിക്കണം. ഓരോ ജാതിയുടെയും മതത്തിന്റെയും നിങ്ങളുടെ മനസ്സിലാക്കാൻ പാടില്ല. നിങ്ങൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരെ ഒരുപോലെ കാണാൻ പറ്റണം. അപ്പോഴാണ് ഈ സ്കൂള് ലോകം അറിയപ്പെടുന്ന മഹാന്മാരെ സൃഷ്ടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിയും വളർന്ന് വലിയ നിലകളിലെത്തി നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഈ സ്കൂളിനും അഭിമാന പാചകങ്ങളാവണം. ഈ നാട്ടുകാർ നിങ്ങളെപ്പറ്റി അഭിമാനത്തോടുകൂടി ഓർത്തിരിക്കണം. ആ വലിയ അഭിമാനത്തോടുകൂടി നിങ്ങൾ ഈ സ്കൂളിനും ഈ നാടിനും പ്രശസ്തി കൊടുക്കുന്ന വലിയവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്കൂളിനും ഇവിടുത്തെ കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാ മംഗളക്കും തരുന്നുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം. Thank you, sir, for your enlightening and thought-provoking keynote address. We are truly grateful for your time and the wisdom you have imparted today. Now, with immense pride and privilege, we welcome a truly distinguished personality to our inaugural function, our esteemed guest, Advocate Harris Bedi.